വെൽക്കം ബാക്ക് ടു ഈസി ബോട്ടണി ടേസ്റ്റി ബോട്ടണി. അപ്പോൾ ഫസ്റ്റ് ഇയറിലെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള, അതായത് ഫസ്റ്റ് ഇയർ ക്ലാസ് തുടങ്ങുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ചാപ്റ്ററാണ് ഈ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. നോക്കാം, നമുക്ക് മോർഫോളജി കാണുമ്പോഴേ അറിയാലേ, നല്ല ഭംഗിയുള്ള പൂക്കൾ, ചെടികൾ, ഇലകൾ, ഇതൊക്കെ ആയിട്ട് എങ്ങനെയാണ് ഈ പ്ലാന്റിൻ്റെ എക്സ്റ്റേണൽ അപ്പിയറൻസ് ഇരിക്കുന്നത്, അതിന് പറയുന്ന പേരാണ് മോർഫോളജി അല്ലേ. അപ്പോൾ മോർഫോളജി എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് ദ എക്സ്റ്റേണൽ അപ്പിയറൻസ് ഓഫ് പ്ലാന്റ്. പ്ലാന്റുകളുടെ എക്സ്റ്റേണൽ അപ്പിയറൻസിന്, പുറത്ത് കാണുന്ന അപ്പിയറൻസിന് പറയുന്ന പേരാണ് മോർഫോളജി. ഇപ്പം നമുക്കറിയാം, ഇവിടെ നോക്കൂ, ഒരു പ്ലാന്റിൻ്റെ മോർഫോളജിയിൽ റൂട്ട് ഉണ്ട്, സ്റ്റെം ഉണ്ട്, ലീവ്സ് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട് അല്ലേ. അപ്പം ഇതിൽ തന്നെ അണ്ടർ ദ സോയിൽ സർഫസ്, മണ്ണിൻ്റെ അടിയിൽ കാണുന്ന ഭാഗമുണ്ട്, അതിനെ നമ്മൾ റൂട്ട് സിസ്റ്റം എന്ന് പറയും. മണ്ണിന് മുകളിൽ കാണുന്ന ഭാഗത്തിന് നമ്മൾ ഷൂട്ട് സിസ്റ്റം എന്ന് പറയും. സോ the part of the plant which is seen under the soil surface is root system, and the part of the plant which is seen above the soil surface is shoot system. അപ്പോൾ ഇങ്ങനെ മെയിനായിട്ട് രണ്ട് പാർട്ടുകളാണ് നമുക്ക് ഒരു പ്ലാന്റിൻ്റെ മോർഫോളജിയിലുള്ളത് കേട്ടോ. നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് റൂട്ട് സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ റൂട്ട് സിസ്റ്റം നമ്മൾ നേരത്തെ പറഞ്ഞു. റൂട്ട് സിസ്റ്റം ഇസ് ദ പാർട്ട് ഓഫ് ദി പ്ലാന്റ് വിച്ച് ഇസ് സീൻ അണ്ടർ ദി സോയിൽ. സോയിലിൻ്റെ താഴ്ഭാഗത്ത്, അടിഭാഗത്ത് കാണുന്ന പാർട്ടിനാണ് നമ്മൾ എന്ത് പറയുക? റൂട്ട് സിസ്റ്റം എന്ന് പറയും. നിങ്ങൾക്ക് അറിയുന്നതിനാലേ എന്തിനാണ് ഇത്രയും പറയുന്നതാണ്. ഓക്കെ, ആൻഡ് ദെൻ ഇനി നമുക്ക് ഈ റൂട്ട് സിസ്റ്റം മെയിനായിട്ട് 3 ടൈപ്പ് ഉണ്ട് കേട്ടോ. 3 ടൈപ്സ് ഓഫ് റൂട്ട് സിസ്റ്റംസ്. ഒന്ന് ടാപ്പ് റൂട്ട് സിസ്റ്റം. ഫസ്റ്റ് വൺ ടാപ്പ് റൂട്ട് സിസ്റ്റം. ഇത് നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചതാണ്, എല്ലാവർക്കും അറിയുണ്ടാവും, എന്നാലും നമുക്ക് +1 ഇത് പഠിക്കാനുണ്ട്. ആൻഡ് ദെൻ സെക്കൻഡ് ടൈപ്പ് ഓഫ് റൂട്ട് സിസ്റ്റം ഈസ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. And the third type of root system is adventitious root system. എന്തൊക്കെയാണ് ഈ 3 റൂട്ട് സിസ്റ്റം തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഈ 3 ടൈപ്പ് ഓഫ് റൂട്ട് സിസ്റ്റംസ്. ഒന്ന് ടാപ്പ് റൂട്ട് സിസ്റ്റം. ടാപ്പ് റൂട്ട് സിസ്റ്റം. ടാപ്പ് റൂട്ട് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ്, ഇപ്പം ഞാനൊരു ടാപ്പ് റൂട്ട് സിസ്റ്റം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എന്താണ് ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പ്രൈമറി റൂട്ട് ഓർ ടാപ്പ് റൂട്ട്. ഇതിൽ എന്തുണ്ട്? ഒരു പ്രൈമറി റൂട്ട് ഉണ്ട്, അതല്ലെങ്കിൽ ടാപ്പ് റൂട്ട് ഉണ്ട്, വിച്ച് ഗ്രോസ് ഡയറക്റ്റ്ലി ഇൻ ടു ദ സോയിൽ. മണ്ണിലോട്ട് നേരെ ഡയറക്റ്റ് ആയിട്ട് ഇറങ്ങി പോകുന്ന, നോക്കൂ, ഒരു പ്രൈമറി റൂട്ട് ഉണ്ട്. ഈ റൂട്ടിന് പറയുന്ന പേരാണ് ടാപ്പ് റൂട്ട്. സി, ഇവിടെയാണ് ടാപ്പ് റൂട്ട്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ടാപ്പ് റൂട്ട് പോകും. ഇതിൻ്റെ അത് കഴിഞ്ഞിട്ട് ലാറ്ററൽ സൈഡിലോട്ട്, അതിൻ്റെ സൈഡ് ഭാഗങ്ങളിലോട്ട് സെക്കൻഡറി റൂട്ട് ഉണ്ടാവും. ആൻഡ് പിന്നെ അതിൽ നിന്ന് ടേർഷ്യറി റൂട്ട് ഉണ്ടാവും. സെക്കൻഡറി ആൻഡ് ടേർഷ്യറി റൂട്ട്സ് അറൈസ്ഡ് ഫ്രം ഇറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള റൂട്ട് സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം. ഇത് കാണുന്നത് ഡൈക്കോട്ട് പ്ലാന്റുകളിലാണ്. ഡൈക്കോട്ട് എന്ന് പറഞ്ഞാൽ ഡൈക്കോട്ടിലിഡനസ് പ്ലാന്റുകൾ. നമ്മൾ സാധാരണ കാണുന്ന മാവ്, പ്ലാവ്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ പ്ലാന്റുകളും എന്താണ്? ഡൈക്കോട്ട് പ്ലാന്റുകളാണ്. 2 കോട്ടിലിഡൻസ് ഉള്ള പ്ലാന്റുകളാണ് ഡൈക്കോട്ട് പ്ലാന്റുകൾ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഏതിലാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം കാണുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണം ഏത് പ്ലാന്റിലാണ്. അത് ഡൈക്കോട്ട് പ്ലാന്റുകളിലാണ് കാണുന്നത്. ബുക്കിൽ പറയുന്ന എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. മസ്റ്റാർഡ് പ്ലാന്റ് ആണ് ബുക്കിൽ എക്സാമ്പിളായിട്ട് പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ടാപ്പ് റൂട്ട് സിസ്റ്റം. ഒന്നാമത്തെ റൂട്ട് സിസ്റ്റം, ധാരാളമായിട്ട് കാണുന്ന റൂട്ട് സിസ്റ്റമാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം. അതായത് മോണോക്കോട്ട് പ്ലാന്റുകളേക്കാൾ ഏറ്റവും കൂടുതലുള്ള പ്ലാന്റുകൾ ഏതാ? ഡൈക്കോട്ട് പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ഇവിടെ ഒരു ടാപ്പ് റൂട്ട് ഉണ്ട് കണ്ടോ. അതിൽ നിന്ന് സൈഡിൽ നിന്ന് സെക്കൻഡറി റൂട്ട്, ടേർഷ്യറി റൂട്ട് ഒക്കെ റൈസ് ചെയ്യുന്നുണ്ട്.
പഠിക്കുന്നുണ്ട് കേട്ടോ. ഇതിന് പറയുന്ന പേരാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം. വളരെ സിമ്പിളാണ്. ആൻഡ് ദെൻ അടുത്തത് എന്താണ്, പുല്ലുകളിലൊക്കെ കാണുന്ന, അതായത് മോണോകോട്ട് പ്ലാന്റുകളിലൊക്കെ കാണുന്ന റൂട്ട് സിസ്റ്റമാണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. നിങ്ങൾക്കറിയാം, ഈ നെല്ലൊക്കെ ഇല്ലേ, ഞാറൊക്കെ നടുമ്പോൾ അതിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ നാര് പോലെ ധാരാളം വേരുകൾ അതിൻ്റെ താഴെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതായത് ഇവിടെ ഒരു മെയിൻ റൂട്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ടാപ്പ് റൂട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ടാപ്പ് റൂട്ട്, ഇത് ചെടി മുളച്ചു വരുമ്പോൾ തന്നെ ഷോർട്ട് ലിവ്ഡ് ആണ്, അതങ്ങ് നശിച്ചു പോകും. അതില്ലാത്ത കാരണം എന്താണ്, കുറേ റൂട്ടുകൾ ഒന്നിച്ച് ചെടിയുടെ ബേസിൽ നിന്ന് എറൈസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നാല് പോലത്തെ ഒരേപോലെയുള്ള കുറേ റൂട്ടുകൾ ഒന്നിച്ച് എറൈസ് ചെയ്യും. ഇത് മോണോകോട്ട് പ്ലാന്റുകൾ, നമ്മൾ നെല്ല്, ബാംബു, തെങ്ങ്, ഇങ്ങനെയുള്ള എല്ലാ പ്ലാന്റുകളിലും കാണുന്നത് ഇതാണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റമാണ് കേട്ടോ. അപ്പൊ നോക്കാം നമുക്ക്. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം, പ്രൈമറി റൂട്ട് അല്ലെങ്കിൽ tap root. The primary root is short-lived, okay, and a large number of roots arise from the base of the stem. സ്റ്റെമ്മിൻ്റെ ബേസിൽ നിന്ന് ഒരുപാട് റൂട്ടുകൾ അറൈസ് ചെയ്യുന്ന റൂട്ട് സിസ്റ്റമാണ് ഏത്, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. ആൻഡ് ദാറ്റ് ടൈപ്പ് ഓഫ് റൂട്ട് സിസ്റ്റം ഈസ് സീൻ ഇൻ മോണോകോട്ട്സ്. നിങ്ങൾ ഏതില്ല ഇതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. NCERT ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കുന്നത്. ഇപ്പോൾ ഭയങ്കര ടഫായിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത്, പക്ഷെ നമുക്ക് ഒന്നുകൂടി വിവരം ഉണ്ടാവും. നല്ലതാണ് അത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ചോദിക്കുന്നത്. ആൻഡ് ദാൻ എക്സാമ്പിൾ പറയുന്നത് വീറ്റ് പ്ലാന്റ് ആണ് കേട്ടോ, ഗോതമ്പ് പ്ലാന്റ്. അപ്പോൾ രണ്ട് ടൈപ്പ് റൂട്ട് സിസ്റ്റം നമ്മൾ പറഞ്ഞു. ഒന്ന് ടാപ്പ് റൂട്ട് സിസ്റ്റം, രണ്ടാമത്തത് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. ആൻഡ് ദെൻ മൂവിങ് ഓൺ ടു ദ third root system, that is adventitious root system. Adventitious root system എന്ന് പറഞ്ഞാൽ നോക്കൂ, roots that arise from the part of the plant other than the root system. മെയിൻ ആയിട്ടുള്ള റൂട്ട് സിസ്റ്റം അല്ലാതെ ഏതെങ്കിലും പാർട്ടിൽ നിന്ന് എന്തെങ്കിലും വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ട് റൂട്ട് അറൈസ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് അഡ്വന്റീഷ്യസ് റൂട്ട് സിസ്റ്റം. നമുക്ക് എക്സാമ്പിൾ നമ്മുടെ ബനിയൻ ട്രീ, ആലുമരത്തിൽ നിങ്ങൾ കണ്ടില്ലേ, നമ്മളിങ്ങനെ ഊഞ്ഞാലാടുന്ന അല്ലേ. അപ്പൊ ഈ ആലുമരത്തിൽ കാണുന്നത് ഒരു എന്താണ്, അഡ്വന്റീഷ്യസ് റൂട്ട് സിസ്റ്റമാണ് ടാപ്പ് റൂട്ട്സ്. ഓക്കെ. ഇപ്പൊ ഇവിടെ നോക്കൂ, നിങ്ങൾ ഈ ചെടിയുടെ നോക്കൂ, ഇതിന്റെ മെയിൻ റൂട്ടിൽ നിന്നല്ലല്ലോ, ഇത് പിടിച്ചു കയറാൻ വേണ്ടിയിട്ട് മറ്റു പാർട്ടിൽ നിന്ന്, അതായത് നമ്മുടെ കുരുമുളകിലൊക്കെ കാണാറുണ്ട് അല്ലേ. ഇങ്ങനെ എല്ലാ റൂട്ടുകൾക്ക് പറയുന്ന പേരാണ് അഡ്വന്റീഷ്യസ് റൂട്ട് സിസ്റ്റം. അപ്പൊ ഇങ്ങനെ 3 ടൈപ്പ് റൂട്ട് സിസ്റ്റമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ടാപ്പ് റൂട്ട് സിസ്റ്റം, 2 ഫൈബ്രസ് റൂട്ട് സിസ്റ്റം, 3 അഡ്വന്റീഷ്യസ് റൂട്ട് സിസ്റ്റം. ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് റൂട്ട് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ്, ഒരു ചെടിക്ക് എന്തിനാണ് ഈ റൂട്ട് സിസ്റ്റം. അതിൽ ഫസ്റ്റ് വണ്ണാണ് അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം സോയിൽ. സോയിലിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുക്കുക. നിങ്ങൾക്കൊക്കെ അറിയുന്നത് തന്നെയാണ് കേട്ടോ, സിമ്പിളാണ്. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രൊവൈഡ് ആങ്കറേജ് ടു ദ പ്ലാന്റ്. വേരാണ് ചെടിയെ മണ്ണിൽ പിടിച്ചു നിർത്തുന്നത്. വളരെ സിമ്പിളാണത് അല്ലേ. പ്രൊവൈഡ് ആങ്കറേജ് ടു ദ പ്ലാന്റ്. ആൻഡ് ദെൻ പിന്നീട് മൂന്നാമത്തെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത് സ്റ്റോറിങ് റിസർവ് ഫുഡ് മെറ്റീരിയൽസ്. അതായത് ഇപ്പൊ താപ്പിയോക്ക പോലെയുള്ള, മരച്ചീനി പോലെയുള്ള പ്ലാന്റുകളിൽ അതിൻ്റെ വേരിലാണ് ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിനാണ് നമ്മൾ എന്ത് പറയുക, സ്റ്റോറിങ് റിസർവ് ഫുഡ് മെറ്റീരിയൽസ്. ആൻഡ് ദ ഫോർത്ത് function is synthesis of plant growth regulators. ചെടിയുടെ വളർച്ച ഹോർമോണുകൾ സിന്തസൈസ് ചെയ്യുന്നത് ഏതാണ്, റൂട്ടിലാണ് അല്ലേ. റൂട്ടിലുള്ള വളർച്ച ഹോർമോണുകൾ അല്ലേ. അപ്പൊ ഇത്രയും ഫങ്ഷൻസ് ആണ് ഒരു ചെടിയുടെ റൂട്ട് സിസ്റ്റത്തിന് ഉള്ളത് കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ചെടിയുടെ റൂട്ടിന്റെ റീജിയൻസ്. ഇപ്പൊ നമുക്കറിയാം ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലൂടെ ചെടിയുടെ റൂട്ട് മണ്ണ് തുളച്ചു പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ റൂട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ളത്, അതായത് ഇതിൻ്റെ അഗ്രഭാഗങ്ങളിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതാണ്. ടീച്ചർ ഈ ഒരു ചിത്രം ടെക്സ്റ്റ് ബുക്കിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളത് നോക്കിയിട്ട് കറക്റ്റായിട്ട് അത് മാർക്ക് ചെയ്യാൻ പഠിക്കണം.
ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ഞാൻ പറയുന്ന ഈ ക്വസ്റ്റ്യൻ ഇത് പിന്നെ ചിത്രം തന്നിട്ടുണ്ടാവും, എന്നിട്ടത് മാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ധാരാളം ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ റൂട്ടിന്റെ അറ്റത്ത് ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു റൂട്ട് ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു റീജിയൻ കാണുന്നുണ്ട്. ആദ്യം ഞാൻ ഓവറോൾ ആയിട്ട് ഇതിന്റെ എല്ലാ റീജിയൻസ് ഒന്ന് പറയണം. അതിന്റെ തൊട്ട് മുകളിലായിട്ട് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി, അതായത് എന്താ കണ്ടിന്യൂസ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു റീജിയൻ, സെല്ലുകളുടെ കണ്ടിന്യൂസ് ആയിട്ട് സെൽ ഡിവിഷൻ നടക്കുന്ന ഒരു റീജിയൻ ഉണ്ട് കേട്ടോ. എന്നാൽ അതിൻ്റെ തൊട്ട് മുകളിൽ എന്താണ്, സെൽ ഡിവിഷനൊക്കെ കഴിഞ്ഞ് എൻലാർജ് ആയിട്ടുള്ള കുറേ സെല്ലുകളുള്ള ഒരു റീജിയൻ ഓഫ് എലോങ്ങേഷൻ ഉണ്ട്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ടാണ് സെല്ല് സൈലമാവണോ, ഫ്ലോയമാവണോ, പാരൻഗൈമ, കോളൻഗൈമ, സ്ക്ലിയറൻഗൈമ, അങ്ങനെ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെച്ചറായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത ഒരു റീജിയൻ ഉണ്ട്. ഇതിന് പറയുന്ന പേരാണ് റീജിയൻ ഓഫ് മെച്ചുറേഷൻ. ഈ റീജിയൻ ഓഫ് മെച്ചുറേഷനിലാണ് നമ്മൾ എന്ത് കാണുന്നത്, റൂട്ട് ഹെയർസ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും റീജിയൻസ് ഒന്ന് ബൈ ഹേർട്ട് ചെയ്യണം. ഒന്ന് റൂട്ട് ക്യാപ്പ് റീജിയൻ, രണ്ട് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി, മൂന്ന് റീജിയൻ ഓഫ് എലോങ്ങേഷൻ, നാല് റീജിയൻ ഓഫ് മെച്ചുറേഷൻ. അപ്പം അതിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, റൂട്ട് ഹെയർസ് ഏത് റീജിയനിലാണ് കാണുന്നത്? വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, റൂട്ട് ഹെയർസ് കാണുന്നത് എവിടെയാ, റീജിയൻ ഓഫ് മെച്ചുറേഷനിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ ഓരോ റീജിയൻ കറക്റ്റായിട്ട് പറയാൻ പോകണം. ഒന്ന് റൂട്ട് ക്യാപ്പ് റീജിയൻ, നമ്മൾ പറഞ്ഞ ഫസ്റ്റ് റീജിയൻ ഇതാണ് റൂട്ട് ക്യാപ്പ് റീജിയൻ. നോക്കൂ നിങ്ങൾ, റൂട്ട് കവേർഡ് അറ്റ് ഇറ്റ്സ് അപ്പെക്സ്, അപ്പെക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അഗ്രഭാഗങ്ങളിൽ ബൈ എ ക്യാപ്പ്, ഇല്ലേ, ഒരു ക്യാപ്പ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഈ ക്യാപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കും, എന്തിനാണ് ഈ റൂട്ട് ക്യാപ്പ്? വിച്ച് പ്രൊട്ടക്ട്സ് ദ ടെൻഡർ അപ്പെക്സ്. ടെൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, ചെറുത് അല്ലേ, കുഞ്ഞ്, നമ്മളെ എന്താണ് ഇളയത്, ഇതിനാണ് ടെൻഡർ അപ്പെക്സ് എന്ന് പറയാം. കനമില്ലാത്ത കുഞ്ഞ് അപ്പെക്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. ആൻഡ് ഓൾസോ റൂട്ട് ക്യാപ്പ് എന്തിനു വേണ്ടിയിട്ടാണ്, ഇറ്റ് മേക്സ് ഇറ്റ്സ് വേ ത്രൂ ദി സോയിൽ, മണ്ണിലൂടെ തുളച്ചു പോകാൻ വേണ്ടിയിട്ടാണ് എന്ത്, ഈ റൂട്ട് ക്യാപ്പ് കാണുന്നത്. അപ്പൊ റൂട്ട് ക്യാപ്പിന്റെ ഫങ്ഷൻസ് എന്താ, പ്രൊട്ടക്ട് ചെയ്യുക, അതുപോലെ മേക്സ് ഇറ്റ്സ് വേ ത്രൂ ദി സോയിൽ, റൂട്ടിനെ മണ്ണിലൂടെ തുളച്ചു പോകാൻ സഹായിക്കുന്നത് ഈ റൂട്ട് ക്യാപ്പ് റീജിയൻ ആണ്. അപ്പൊ ഒന്നാമത്തെ റീജിയൻ നമ്മൾ കഴിഞ്ഞു. ദെൻ മൂവിങ് ഓൺ ടു ദി സെക്കൻഡ് റീജിയൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ റീജിയൻ കഴിഞ്ഞിട്ട് റൂട്ട് ക്യാപ്പ് റീജിയൻ കഴിഞ്ഞ് അതിന്റെ തൊട്ട് മുകളിൽ കാണുന്ന റീജിയൻ മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റീജിയൻ ആണ്. ആ റീജിയന് പറയുന്ന പേരാണ് മക്കളെ റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. നോക്കൂ, അബൌട്ട് ദി റൂട്ട് ക്യാപ്പ്. അപ്പൊ ഇത് എവിടെയാ കാണുന്നത്, റൂട്ട് ക്യാപ്പ് റീജിയന്റെ മുകളിലാണ്. ഇവിടുത്തെ സെല്ലുകളുടെ പ്രത്യേകത എന്താന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. സെൽസ് ആർ വെരി സ്മോൾ ആണ്, ആൻഡ് ഓൾസോ ദേ ആർ തിൻ വാൾഡ് ആണ്. സ്മോൾ സെല്ലുകളാണ്, തിൻ വാൾഡ് സെല്ലുകളാണ്. ഈ സെല്ലുകൾക്ക് ഡെൻസ് സൈറ്റോപ്ലാസം ഉണ്ട് കേട്ടോ. ഇതിന്റെ ഉള്ളില് നല്ല ഡെൻസ് ആയിട്ടുള്ള തിക്കായിട്ടിരിക്കുന്ന സൈറ്റോപ്ലാസം ഉണ്ട്. ആൻഡ് ദീസ് സെൽസ് ഡിവൈഡ് റിപ്പീറ്റഡ്ലി, കണ്ടിന്യൂസ് ആയിട്ട് ഡിവിഷൻ നടന്നുകൊണ്ടിരിക്കുക. സെൽ ഡിവിഷൻ നടന്നാലല്ലേ പുതിയ സെല്ലുകൾ ഉണ്ടാവുള്ളൂ, പ്ലാന്റിന് ഗ്രോത്ത് നടക്കാൻ പറ്റുള്ളൂ. ആ റീജിയന് പറയുന്ന പേരാണ് നമ്മുടെ റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. ഈ റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിന്റെ തൊട്ട് മുകളിൽ കാണുന്ന റീജിയൻ ആണ് ഈ റീജിയൻ ഓഫ് എലോങ്ങേഷൻ. അപ്പൊ എന്താണ് ഈ റീജിയൻ ഓഫ് എലോങ്ങേഷനിൽ നടക്കുന്നത് നോക്കൂ. സെൽസ് അണ്ടർഗോ റാപ്പിഡ് എലോങ്ങേഷൻ ആൻഡ് എൻലാർജ്മെന്റ്. ഇവിടെ ഉണ്ടായ മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിയിൽ ഉണ്ടായ സെല്ലുകൾക്ക് എലോങ്ങേഷൻ നടക്കുന്നു, എൻലാർജ്മെന്റ് നടക്കുന്നു, അല്ലെ, സെല്ലുകൾ വലുതാകുന്നു. ആൻഡ് ദെൻ അപ്പോൾ ദാറ്റ് റീജിയൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രോത്ത് ഇൻ ലെങ്ത്. ആ റീജിയൻ നീളം വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു റീജിയനാണ് റീജിയൻ ഓഫ് എലോങ്ങേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ മൂന്നാമത്തെ റീജിയൻ കഴിഞ്ഞു. റൂട്ട് ക്യാപ്പ് റീജിയൻ, റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി, then region of elongation, and the last region is region of maturation. നോക്കൂ മക്കളെ, region of maturation എന്ന് പറഞ്ഞാൽ the region
ഓഫ് എലോങ്ങേഷൻ ഡിഫറൻഷിയേറ്റ്. നോക്കൂ, ഈ ഡിഫറൻഷിയേറ്റ് എന്നുള്ള ടേം നമ്മൾ ബയോളജിയിൽ ധാരാളമായിട്ട് യൂസ് ചെയ്യും. അതായത് ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരേപോലത്തെ കുറേ സെല്ലുകളാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അതിൽ നിന്ന് ഇപ്പം നമ്മുടെ കേസ് ആണെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ സെല്ലുകൾക്ക് ഒരു ഫംഗ്ഷനാണ് അല്ലേ, ചെവിയുടെ സെല്ലുകൾക്ക് വേറെ ഫംഗ്ഷനാണ്, നാക്കിൻ്റെ സെല്ലുകൾക്ക് വേറെ ഫംഗ്ഷനാണ്. അങ്ങനെ ഓരോ സെല്ലുകളും ഒരു സെല്ലിൽ നിന്ന് വന്ന നമ്മൾ പല പല ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടി പല ടൈപ്പ് സെല്ലുകൾ നമ്മളുണ്ടായി അല്ലേ. അതായത് ഡിഫറൻഷിയേറ്റ് ചെയ്തു ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ രൂപവും ഭാവമൊക്കെ മാറ്റും. അതാണ് ഡിഫറൻഷിയേറ്റ്. നോക്കൂ, റീജിയൻ ഓഫ് മെച്ചുറേഷൻ, റീജിയൻ ഓഫ് എലോങ്ങേഷൻ, ഡിഫറൻഷിയേറ്റ് ആൻഡ് മെച്ചുർ. ഈ റീജിയനിൽ കാണുന്നതാണ് ഏത്, റൂട്ട് ഹെയർസ്. നോക്കൂ, ഈ റൂട്ട് ഹെയർസിന്റെ പ്രത്യേകത എന്താണ്? റൂട്ട് ഹെയർസ് എവിടെയാണ് റൂട്ട് ഹെയർസ് കാണുന്നത്? ഈ റീജിയനിൽ എപ്പിഡെർമൽ സെല്ലുകളിലാണ് റൂട്ട് ഹെയർസ് കാണുന്നത്, എപ്പിഡെർമസിന്റെ മുകളിൽ കേട്ടോ. ഇതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ഇവിടെ പ്രത്യേകത എന്താ റൂട്ട് ഹെയർസിന്റെ? The root hairs are small, delicate thread-like structures. അല്ലേ, സ്മോൾ ആയിട്ടുള്ള കനമില്ലാത്ത ആ ത്രെഡ് പോലത്തെ സ്ട്രക്ചേഴ്സ് ആണ്. ഇവ എന്തിനു വേണ്ടിയിട്ട്? അവിടെ ഫങ്ഷൻ എന്താ? They absorb water and minerals from the soil. സോയിലിൽ നിന്ന് വാട്ടറും മിനറൽസും അബ്സോർബ് ചെയ്യുന്ന ആരാ? റൂട്ടിലെ റൂട്ട് ഹെയർസ് ആണ്. അപ്പം നമ്മൾ റൂട്ട് ക്യാപ്പ് റീജിയൻ പറഞ്ഞു, റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി പറഞ്ഞു, then region of elongation കഴിഞ്ഞു, and then root region of maturation കഴിഞ്ഞു, and then region of maturation എന്തുണ്ട് എന്ന് പറഞ്ഞാൽ റൂട്ട് ഹെയർസ് ഉണ്ട്. അപ്പം ഇതിൽ ഒന്ന് നിങ്ങളടുത്ത് ഈ ചിത്രം തരും, ഇതിനെ ലാബൽ ചെയ്യാനായിട്ട് ചോദിക്കും. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന നല്ല മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ അതേപോലെ റൂട്ട് ഹെയർസിന്റെ ഫങ്ഷന്, റൂട്ട് ഹെയർ വരുന്നത് എപ്പിഡെർമൽ സെല്ലുകളിലാണെന്ന് മനസ്സിലാക്കുക. ആൻഡ് ഓൾസോ റൂട്ട് ഹെയർസ് ഏത് റീജിയനിലാണ് കാണുന്നത്, ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് നമ്മളടുത്ത് ചോദിക്കാറുള്ളത് കേട്ടോ. അപ്പം മക്കളെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റെമ്മിനെ കുറിച്ചാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു റൂട്ട് സിസ്റ്റം ഉണ്ട്. റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പാർട്ട് ഓഫ് ദ പ്ലാന്റ് വിച്ച് ഇസ് സീൻ അണ്ടർ ദ സോയിൽ സർഫസ് അല്ലേ. ആൻഡ് ദ ഷൂട്ട് സിസ്റ്റം ഇസ് ദ പാർട്ട് ഓഫ് ദ പ്ലാന്റ് വിച്ച് സീൻ അബവ് ദ സോയിൽ സർഫസ്. സോയിൽ സർഫസിന്റെ മുകളിൽ കാണുന്ന എല്ലാറ്റിനും നമ്മൾ ഷൂട്ട് സിസ്റ്റം കാണും. അതിന്റെ മുകളിൽ കാണുന്ന ഈ തണ്ടുകൾക്കാണ് നമ്മൾ എന്ത് പറയുക? സ്റ്റെം എന്ന് പറയുക. സി, ഇപ്പൊ സ്റ്റെം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നല്ല. സ്റ്റെം ഈസ് ദ അസെൻഡിങ് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ആക്സിസ്. പ്ലാന്റ് ആക്സിസിന്റെ അസെൻഡിങ് പാർട്ടാണ് സ്റ്റെം എന്ന് പറയുന്നത്. ഓക്കെ, മുകളിലോട്ട് വളരുന്ന ഭാഗത്തിനാണ് നമ്മൾ എന്ത് പറയാ? സ്റ്റെം എന്ന് പറയാം. സി, ഒരു സ്റ്റെമ്മില് എന്തൊക്കെ പാർട്ടുകളാണ് ഉള്ളത് നോക്കാം നമുക്ക്. ഒന്ന്, ഒരു സ്റ്റെമ്മില് നോഡ്സ് ഉണ്ട്. നോഡ് എന്ന് പറഞ്ഞാൽ ഇത് നോഡാണ്. നോക്കൂ, നോഡ്സ് എന്ന് പറഞ്ഞാൽ ലീഫ് ഒറിജിനേറ്റ് ചെയ്യുന്ന ഭാഗത്തിനാണ് നമ്മൾ നോഡ് എന്ന് പറയുന്നത് അല്ലേ. സ്റ്റെമ്മിന്റെ മുകളിൽ ലീഫ് ഒറിജിനേറ്റ് ചെയ്യുന്ന ഭാഗമാണ് ഇത്. ഇതിന് നമ്മൾ നോഡ് എന്ന് പറയും. ഇനി ഒരു നോഡിൽ നിന്ന് ഒരു നോഡിലോട്ടുള്ള ദൂരം, അതായത് ഒരു ലീഫ് ഒറിജിനേറ്റ് ചെയ്ത് അടുത്ത ലീഫ് ഒറിജിനേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള ഈ ഗ്യാപ്പില്ലേ, ഈ സ്പേസിനാണ് നമ്മൾ ഇന്റർ നോഡ് എന്ന് പറയാം. ദെൻ സ്റ്റെമ്മിന്റെ മുകളിൽ ഇതേപോലെ ബഡ്സ് ഉണ്ടാവും. ലീഫായി മാറാനുള്ള, ബ്രാഞ്ചായി മാറാനൊക്കെയുള്ള ബഡ്സ് ഉണ്ടാവും. വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പൊ ഒന്നുകൂടി പറയാം. സ്റ്റെം എന്ന് പറഞ്ഞാൽ അസെൻഡിങ് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ആക്സിസ് ആണ് സ്റ്റെം. ഞാൻ അതിൽ കാണുന്ന നോഡ്സ്, റീജിയൻ ഓഫ് ദ സ്റ്റെം where leaves originate. ലീഫുകൾ ഒറിജിനേറ്റ് ചെയ്യുന്ന ഭാഗത്തിന് നമ്മൾ എന്ത് പറയും? നോഡ് എന്ന് പറയും. രണ്ട് ഇന്റർനോഡാണ് അടുത്തത് പഠിക്കാനുള്ള. ഇന്റർനോഡ്സ് എന്ന് പറഞ്ഞാൽ ദ പോർഷൻ ബിറ്റ്വീൻ ടു നോഡ്സ്. രണ്ട് നോഡുകൾക്ക് ഇടയിൽ കാണുന്ന ആ പോർഷനാണ് നമ്മൾ ഇന്റർനോഡ് എന്ന് പറയാം. ദെൻ ബഡ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ദ ബഡ്സ് മേ ബി ടെർമിനൽ ആയിട്ട് അറ്റങ്ങളിൽ ബഡ്സ് കാണാം. അതല്ലെങ്കിൽ ഓക്സിലറി ആയിട്ട് ലീഫിന്റെ ഉള്ളിൽ നിന്ന്, ഈ ഭാഗങ്ങളിൽ നിന്ന് പല ചെടികളിലും ബഡ്സ് ഒറിജിനേറ്റ് ചെയ്യും. സിമ്പിൾ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റെമ്മിന്റെ റൂട്ടിന്റെ ഫംഗ്ഷൻ പഠിച്ച പോലെ തന്നെ
എന്തിനാണ് ചെടിക്ക് സ്റ്റെം? ഓക്കെ, അപ്പൊ എന്തിനാണ് ചെടിക്ക് സ്റ്റെം? നിങ്ങൾക്കൊക്കെ അറിയാം. സ്പ്രെഡിങ് ഫങ്ഷൻസ് ഓഫ് സ്റ്റെം. സ്റ്റെമ്മിന്റെ ഫങ്ഷൻസ് കേട്ടോ ഏതാണ്? ഒന്ന്, സ്പ്രെഡിങ് ഓഫ് ബ്രാഞ്ചസ് ബെയറിംഗ് ലീവ്സ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് അല്ലേ? അതായത് ലീവ്സിനെയും ഫ്ലവേഴ്സിനും ഫ്രൂട്ട്സിനൊക്കെ സ്പ്രെഡ് ചെയ്ത് നിർത്തുന്ന ഒരു ചെടിയുടെ സ്റ്റെമ്മാണ്. സ്റ്റെമ്മില്ലെങ്കിൽ എന്താവും? അല്ലെങ്കിൽ എവിടെ നിൽക്കും? ഓക്കെ, അടുത്തത്, ഇറ്റ് കണ്ടെയ്ൻസ് വാട്ടർ, മിനറൽസ് ആൻഡ് ഫോട്ടോസിന്തറ്റിക്സ്. വാട്ടർ, ജലം, ലവണങ്ങൾ, ഫോട്ടോസിന്തറ്റൈസ് എന്ന് പറഞ്ഞാൽ ഫോട്ടോസിന്തസിസ് നടത്തിയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസ് അതിനെയൊക്കെ കണ്ടക്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നേരത്തെ റൂട്ടിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഏത്? സ്റ്റോറേജ്, ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ കരിമ്പ് പോലത്തേക്ക് തന്നെ അതിൽ കണ്ടില്ലേ ഫുഡ് സ്റ്റോറേജ് വെച്ചിരിക്കുന്ന സ്റ്റെമ്മിലാണ്. സി, പെർഫോം ദ ഫങ്ഷൻ ഓഫ് സ്റ്റോറേജ് ഓഫ് ഫുഡ്. അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പല ചെടികളിലും പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള മുള്ളുകളെ പോലത്തെ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഞാൻ അതേപോലെ തന്നെ പല ചെടികളുടെയും കമ്പുകൾ നമ്മൾ പുതിയ ചെടി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അതായത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടത്താൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ സ്റ്റെമ്മിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് ലീഫാണ് കേട്ടോ. ലീഫ്, ചെടിയുടെ ലീഫ്. എന്താണ് ലീഫ്? വളരെ സിമ്പിൾ ആണ് കേട്ടോ. ലീഫ് എന്ന് പറഞ്ഞാൽ എന്താ? Leaf is the lateral flattened structure borne on the stem. അല്ലെ, സ്റ്റെമ്മിന്റെ മുകളിൽ കാണുന്ന ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള പരന്നിട്ടുള്ള സ്ട്രക്ചറിനാണ് നമ്മൾ എന്ത് പറയാ? ലീഫ് എന്ന് പറയാ. ആൻഡ് ഇറ്റ് ഡെവലപ്സ് അറ്റ് ദി നോഡ്. നേരത്തെ ഞാൻ പറഞ്ഞു ലീഫ് ഡെവലപ്പ് ചെയ്യുന്നത് നോഡിൽ നിന്നാണ് അല്ലേ? ആൻഡ് ബെയർസ് എ ബഡ് ഇൻ ഇറ്റ്സ് ആക്സിൽ. അതായത് പല സ്റ്റെമ്മുകളുടെയും ലീഫിന്റെ ആക്സിലില് ബഡുകളുണ്ട്. ആൻഡ് ഓൾസോ ഈ ബഡ് ആക്സിലിൽ കാണുന്ന ബഡുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ആക്സിലറി ബഡ്. ദെൻ വിച്ച് ലേറ്റർ ഡെവലപ്സ് ഇൻടു ബ്രാഞ്ച്. അപ്പൊ ഇത് എന്തായി മാറും? ബ്രാഞ്ച് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ അതാണ് ലീഫ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഓക്കെ, ആൻഡ് ദെൻ ഇനി നമ്മള് ഇവിടെ നോക്കൂ, നിങ്ങൾ ചിത്രം കണ്ട ലീഫ് ബേസ് ആണ് ഇനി പഠിക്കാനുള്ളത്. എന്താണ് ലീഫ് ബേസ് അല്ലേ? ലീഫ് സ്റ്റെമ്മുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ലീഫിന്റെ ഭാഗമാണ് ലീഫ് ബേസ്. നോക്കൂ നിങ്ങൾ, ലീഫ് അറ്റാച്ച്ഡ് ടു ദ സ്റ്റെം ബൈ ലീഫ് ബേസ്. കണ്ട, ഈ ഭാഗമാണ് ലീഫ് ബേസ്. സ്റ്റെമ്മിന്റെ ഭാഗത്തിന് നമ്മൾ നോഡ് എന്ന് പറയും. ലീഫിന്റെ ഭാഗത്തിന് നമ്മൾ എന്ത് പറയും? ലീഫ് ബേസ് എന്ന് പറയും. ഇനി ഈ ലീഫ് ബേസില് പല ചെടികളുടെ ലീഫ് ബേസിൽ കാണുന്ന ചെറിയ ലീഫ് പോലത്തെ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിന് പറയുന്ന പേരാണ് സ്റ്റിപ്യൂൾസ്. നോക്കൂ നിങ്ങള്, കണ്ട ഇവിടെ ഇത് കണ്ടാൽ നമുക്കത് ലീഫാ തോന്നും. അപ്പൊ ഒരു ലീഫ് ബേസിൽ തന്നെ ലീഫ് പോലത്തെ കുഞ്ഞു കുഞ്ഞു സ്ട്രക്ചേഴ്സ് കാണും. ആ സ്ട്രക്ചേഴ്സിന് പറയുന്ന പേരാണ് സ്റ്റിപ്യൂൾസ്. എപ്പോഴും ചോദിക്കാറുണ്ട്, കുറേ ടേംസ് നമുക്ക് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. സ്റ്റിപ്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താ? lateral small leaf like structures seen at the leaf base. leaf baseൽ കാണുന്ന ലീഫ് പോലത്തെ സ്ട്രക്ചേഴ്സിന് പറയുന്ന പേരാണ് നമ്മളെ ലീഫ് ഐ തിങ്ക് സ്റ്റിപ്യൂൾസ്. ഓക്കെ, ആൻഡ് ദെൻ ഇനി നമുക്ക് ഇവിടെ സ്റ്റിപ്യൂൾ അടയാളപ്പെടുത്തിക്കണ്ട സ്റ്റിപ്യൂൾസ്. ഇനി ചില പ്ലാന്റുകളുടെ ലീഫ് ബേസ്, അതായത് മോണോകോട്ട് പ്ലാന്റുകളുടെ ലീഫ് ബേസിനൊരു പ്രത്യേകതയുണ്ട്. In monocots, the leaf base expand to a sheath covering the stem. ഇപ്പൊ നമ്മൾ നെല്ലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ലീഫ് വലിച്ച് അതിനിങ്ങനെ കവർ ചെയ്തിട്ട് കാണാം. അതുപോലെ വാഴയിൽ നിങ്ങൾ കണ്ടില്ലേ, അതിന്റെ ലീഫ് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും. അതായത് സ്റ്റെമ്മിന് കവർ ചെയ്തുകൊണ്ട് ലീഫ് ബേസ് കാണും. ഏതില്? മോണോകോട്ട് പ്ലാന്റുകളുടെ ലീഫ് ബേസ് ഒരു ഷീത്തായിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇനി നമ്മള് പൾവൈനസ് കേട്ടോ. ഓരോ ടേംസ് നിങ്ങൾ ഓർത്ത് വെക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞ സ്റ്റിപ്യൂൾ ആണ്, ഇനി നമ്മൾ പറയാൻ പോകുന്നത് പൾവൈനസ് ആണ് കേട്ടോ. പൾവൈനസ് എന്ന് പറഞ്ഞാൽ
swollen leaf base ഈ ടേമാണ് യൂസ് ചെയ്യേണ്ടത്. swollen leaf base ഓഫ് ലെഗുമിനസ് പ്ലാന്റ്, അതായത് ലെഗുമിനസ് പ്ലാന്റുകളുടെ പയറുവർഗത്തിൽപ്പെട്ട ചെടികളുടെ ലീഫ് ബേസ് ഇതാ ഇങ്ങനെ വീർത്തിരിക്കും. ഇപ്പൊ നമ്മളൊരു പയറെടുത്തു കഴിഞ്ഞാൽ, തൊട്ടാവാടി എടുത്തു കഴിഞ്ഞാൽ, അപ്പൊ അങ്ങനെയുള്ള ഏത് പ്ലാന്റുകൾ പുളിയിൻ്റെ ഒക്കെ തന്നെ എന്താണ് ലീഫ് ബേസ് വീർത്തിരിക്കും. അതിന് പറയുന്ന പേരാണ് പൾബൈനസ്. ഓക്കെ, swollen leaf base of leguminous plants known as pulpinus. ഓക്കെ, ആൻഡ് ദെൻ ഇനി നമ്മൾ പീറ്റിയോൾ ആണ് പറയാൻ പോകുന്നത്. What is petiole? Petiole എന്ന് പറഞ്ഞാൽ ലീഫിന്റെ സ്റ്റാക്കിന് പറയുന്ന പേരാണ് പീറ്റിയോൾ. ലീഫിന്റെ തണ്ടാണ് പീറ്റിയോൾ. നോക്കൂ, സ്റ്റാക്ക് ഓഫ് ദി ലീഫ് വിച്ച് ഹോൾഡ് ദ ലീഫ് ലാമിന. ലീഫ് ലാമിനയെ ഹോൾഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഈ petiole? ഇറ്റ് അലോ ദ ലീഫ് ലാമിന ടു ഫ്ലറ്റർ ഇൻ വിൻഡ്. അല്ലേ, കാറ്റത്ത് ഇങ്ങനെ ആടാൻ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ petiole ഉള്ളത് കൊണ്ട് കൂളിംഗ് ദ ലീഫ് ബ്ലേഡ്സ്, ഇതിങ്ങനെ കാറ്റത്ത് ആടുന്നു, ലീഫ് ബ്ലേഡുകൾ കൂൾ ചെയ്യുന്നു. Then that's why it bring fresh air to the leaf surface. ലീഫ് സർഫേസിൻ്റെ അടുത്തോട്ട് ഫ്രഷ് എയർ കൊണ്ടുവരാൻ ഈ petiole സഹായിക്കുന്നത്. അപ്പോൾ petiole എന്ന് പറഞ്ഞാൽ എന്താ? ലീഫിൻ്റെ സ്റ്റോക്കാണ് petiole. അതിൻ്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ ഇപ്പം പറഞ്ഞത്. അത് allow the leaf lamina to flutter in wind and cooling the leaf blades and bringing fresh air to leaf surface. കേട്ടോ? Then ഇനി ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ ലീഫ് എന്ന് പറയുന്നത് ഈ ലീഫ് ബ്ലേഡ് ആണ് കേട്ടോ. ഇതിനെ നമ്മൾ ലീഫ് ബ്ലേഡ് എന്ന് പറയും, അല്ലെങ്കിൽ ലീഫ് ലാമിന എന്ന് പറയും അല്ലേ. ലീഫ് ബ്ലേഡ് അല്ലെങ്കിൽ ലീഫ് ലാമിന. എന്താണ് ലീഫ് ലാമിന? നോക്കൂ, എക്സ്പാൻഡഡ്. എങ്ങനെയാ എക്സ്പാൻഡഡ് ആണ്? green part of the leaf, expanded green part of the leaf with veins and veinlets. ഇതിന്റെ മുകളിലാണ് വെയിനുകൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ വെയിൻലെറ്റ്സ് കാണുന്നുണ്ട്. അതിലൂടെയാണ് വാട്ടറും മിനറൽസും ഒക്കെ ലീഫിന്റെ അറ്റങ്ങളിലോട്ടൊക്കെ എത്തുന്നത്. എന്തിനാണ് ഈ വെയിൻസ്? നോക്കൂ, നമുക്ക് എന്തിനാണോ എല്ല്, ഇതുപോലെ തന്നെയാണ് വെയിൻസ് പ്രൊവൈഡ് റിജിഡിറ്റി ടു ദ ലീഫ് ബ്ലേഡ്. ഈ വെയിൻസ് ഇല്ലെങ്കിൽ ഇതിന് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ വെയിൻസ് പ്രൊവൈഡ് റിജിഡിറ്റി ടു ദ ലീഫ് ബ്ലേഡ്. ദെൻ ഇറ്റ് ആക്ട്സ് ആസ് ചാനൽസ് ഓഫ് ട്രാൻസ്പോർട്ട്. വെയിൻസ് എന്താ ചെയ്യുന്നത്? Veins act as channels of transport for water, minerals and food materials. അപ്പോൾ ഇവിടെ നിന്നൊക്കെ സ്റ്റെമ്മിലൂടെ കയറി വരുന്ന വാട്ടർ, മിനറൽസ്, ഇതിനൊക്കെ ഇങ്ങോട്ട് എത്തിക്കുന്ന പൈപ്പ് ലൈൻസ് ആണ് ഈ വെയിൻസും വെയിൻലെറ്റ്സും കേട്ടോ. ഈ പൈപ്പ് വഴിയാണ് ഫോട്ടോസിന്തസിസ് നടത്താൻ വേണ്ടിയിട്ട് വാട്ടറും മിനറൽസും ഒക്കെ ഇങ്ങോട്ട് വരുന്നതും ഇവിടെ നിന്ന് ഫോട്ടോസിന്തസിസ് നടത്തിയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസ് ഒക്കെ ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഒക്കെ എങ്ങനെയാ? ഓക്കെ, ഈ വെയിൻസിലൂടെയും വെയിൻലെറ്റ്സിലൂടെ. അപ്പോൾ ടീച്ചർ ഒന്നുകൂടി പറയാം. ലീഫ് ലാമിന എന്ന് പറഞ്ഞാൽ ലീഫിൻ്റെ മെയിൻ ആയിട്ടുള്ള പാർട്ടാണ്. അത് എക്സ്പാൻഡഡ് ആണ്, ഗ്രീൻ ആണ്. ചില ചെടികളിൽ ഗ്രീൻ അല്ലാത്ത കളറും കാണും കേട്ടോ. വിത്ത് വെയിൻസ് ആൻഡ് വെയിൻലെറ്റ്സ് ആൻഡ് ദ ഫങ്ഷൻസ് ഓഫ് വെയിൻസ്. വെയിൻസ് പ്രൊവൈഡ് റിജിഡിറ്റി ടു ദ ലീഫ് ബ്ലേഡ് and access channels of transport for water, minerals and photosynthesis. നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ. ഇപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റിപ്റ്റിയോള് കാണുന്നുണ്ട്, ഇവിടെ പീറ്റിയോള് കാണുന്നുണ്ട്, ഇത് നമ്മുടെ ലീഫ് ലാമിന, ദെൻ അത് വെയിൻസ്, ദെൻ ഇവിടെ എന്താണ് വെയിൻലെറ്റ്സ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നോക്കൂ, ചെടികളില വെയിൻസിന്റെ അറേഞ്ച്മെന്റിന് പറയുന്ന പേരാണ് വെനേഷൻ. നമുക്ക് ഒരുപാട് അറേഞ്ച്മെന്റ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഒന്നാമത്തെ അറേഞ്ച്മെന്റ് നമ്മൾ പഠിക്കാൻ പോവാണ്. ദാറ്റ് ഈസ് വെനേഷൻ. എന്താണ് വെനേഷൻ? വെനേഷൻ ഈസ് ദ അറേഞ്ച്മെന്റ് ഓഫ് വെയിൻസ്
ആൻഡ് വെയിൻലെറ്റ്സ് ഓൺ ദ ലീഫ് ലാമിന. ലീഫ് ലാമിനന്റെ മുകളിൽ വെയിൻസും വെയിൻലെറ്റ്സും അറേഞ്ച് ചെയ്തതിന് പറയുന്ന പേരാണ് വെനേഷൻ. അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് വെനേഷനുണ്ട്. ഒന്ന് റെറ്റിക്കുലേറ്റ് വെനേഷനും രണ്ടാമത്തത് പാരലൽ വെനേഷൻ. നോക്കൂ നിങ്ങൾ, റെറ്റിക്കുലേറ്റ് വെനേഷൻ എന്ന് പറഞ്ഞാൽ വെയിൻസ് വെയിൻലെറ്റ്സ് ഫോം എ നെറ്റ്വർക്ക്. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ, ഇവിടെ വെയിൻസ് ഇതാ ഇങ്ങനെ വരുന്നു, വെയിൻസും വെയിൻലെറ്റ്സും ഇങ്ങനെ നെറ്റ്വർക്ക് ആയിട്ട് പോകുന്നു. ഇതിന് പറയുന്ന പേരാണ് റെറ്റിക്കുലേറ്റ് വെനേഷൻ. റെറ്റിക്കുലേറ്റ് വെനേഷൻ എന്ന് പറഞ്ഞാൽ വെയിൻസ് ആൻഡ് വെയിൻലെറ്റ്സ് ഫോം എ നെറ്റ്വർക്ക്. അപ്പൊ നമ്മൾ ഇത് ഏത് പ്ലാന്റുകളിലാണ് കാണുന്നത്? ഇത് കാണുന്നത് ഡൈക്കോട്ട് പ്ലാന്റുകളിലാണ്. ഈ പ്ലാന്റുകളിൽ തന്നെയാണ് നമ്മൾ ടാപ്പ് റൂട്ട് സിസ്റ്റവും കണ്ടത് കേട്ടോ. ടാപ്പ് റൂട്ട് സിസ്റ്റം കണ്ടതും ഡൈക്കോട്ട് പ്ലാന്റ്. ഇനി അടുത്ത എന്താണ്? മോണോക്കോട്ട് പ്ലാന്റുകൾ. അപ്പൊ വാഴയിൽ അതുപോലെ തെങ്ങ് ഇങ്ങനെയൊക്കെയുള്ള എല്ലാ മോണോക്കോട്ട് പ്ലാന്റുകളിലും അപ്പൊ ഈ പുല്ല് കണ്ടോ നിങ്ങൾ, ഇതിലൊക്കെ തന്നെ വെയിൻസ് റൺ പാരലൽ ടു ഈച്ച് അതർ. നേരത്തെ പോലെ നെറ്റ്വർക്ക് ആയിട്ടല്ല, the veins run parallel to each other. ഒന്നിന് പാരലലായിട്ട് വെയിൻസ് പോകുന്നു. ഇങ്ങനെയുള്ള വെനേഷന് പറയുന്ന പേരാണ് പാരലൽ വെനേഷൻ. ആൻഡ് ദാറ്റ് ടൈപ്പ് ഓഫ് വെനേഷൻ സീൻ ഇൻ മോണോക്കോട്ട് പ്ലാന്റ്. ഈ മോണോക്കോട്ട് പ്ലാന്റുകളിലാണ് നമ്മൾ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം കണ്ടത് അല്ലേ? ഫൈബ്രസ് റൂട്ട് സിസ്റ്റം കണ്ടത് മോണോക്കോട്ട് പ്ലാന്റുകളിൽ. അപ്പൊ നമ്മൾ ഒന്നുകൂടി പറയാം, വെനേഷൻ എന്ന് പറഞ്ഞാൽ ലീഫിന്റെ മുകളിൽ വെയിൻസിന്റെയും വെയിൻലെറ്റ്സിന്റെയും അറേഞ്ച്മെന്റിനാണ് വെനേഷൻ എന്ന് പറയാം. And there are two types of venation. First one reticulate venation, second one parallel venation. Reticulate venation, veins and veinlets form a network. It's seen in dicot plant, and in parallel venation, veins and veins run parallel to each other. That is seen in monocot plants. Okay, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലീഫിന്റെ ടൈപ്സ് ആണ് കേട്ടോ. എത്ര ടൈപ്പ് ലീവ്സ് ഉണ്ട് എന്നുള്ളതാണ്. ലീഫുകള് സാധാരണ രണ്ട് ടൈപ്പാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലീഫിന്റെ ടൈപ്സ് ആണ് കേട്ടോ. എത്ര ടൈപ്പ് ലീവ്സ് ഉണ്ട് എന്നുള്ളതാണ്. മോർഫോളജി വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. അപ്പോൾ രണ്ട് ടൈപ്പ് ലീവ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒന്ന് സിമ്പിൾ ലീവ്സും രണ്ട് കോമ്പൗണ്ട് ലീവ്സ്. സിമ്പിൾ ലീവ്സ് ആൻഡ് കോമ്പൗണ്ട് ലീവ്സ്. അപ്പൊ നമുക്ക് കണ്ടാലേ മനസ്സിലാവും സിമ്പിൾ ലീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്. ലീവ്സ് വിത്ത് സിംഗിൾ ലാമിന. അപ്പൊ ഒരു ചെടിയിൽ ഒരു സിംഗിൾ ലാമിന ആയിട്ടുള്ള ഒരു ലീഫിനാണ് നമ്മൾ എന്ത് പറയാ, സിമ്പിൾ ലീഫ് എന്ന് പറയാം കേട്ടോ. ഒറ്റയ്ക്കുള്ള ഒരു ലീഫ്, അതിന് നമ്മൾ എന്ത് പറയും, സിമ്പിൾ ലീഫ്. വളരെ സിമ്പിൾ ആണ് കേട്ടോ. ലീവ്സ് വിത്ത് സിംഗിൾ ലാമിന അറ്റാച്ച്ഡ് ടു എപ്പിറ്റിയോൾ അല്ലെ? എപ്പിറ്റിയോളിന്റെ മുകളിൽ ഒരു ലീഫ് ലാമിന ഉള്ളതിന് നമ്മൾ സിമ്പിൾ ലീഫ് എന്ന് പറയും. അപ്പൊ ഇത് കണ്ടാലേ നിങ്ങൾക്കറിയാം. കോമ്പൗണ്ട് ലീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീഫ് ലാമിന ബ്രേക്സ് ഇൻടു എ നമ്പർ ഓഫ് ലീഫ്ലെറ്റ്സ് അല്ലേ? കുറേ ലീഫ്ലെറ്റുകളായിട്ട് ലീഫ് ലാമിന ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പൊ ഇതിനാണ് നമ്മൾ എന്ത് പറയാ, കോമ്പൗണ്ട് ലീഫ് എന്ന് പറയാം. രണ്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് സിമ്പിൾ ആയിട്ടുള്ള ലീഫിന് നമ്മൾ സിമ്പിൾ ലീഫ് എന്ന് പറയും. ദെൻ ബ്രേക്ക് ആയി കുറേ ലീഫ്ലെറ്റുകളല്ലേ, ഇന്ന് നമ്മൾ എന്ത് പറയും, കോമ്പൗണ്ട് ലീഫ് എന്ന് പറയും. ഇനി ഈ കോമ്പൗണ്ട് ലീഫ് തന്നെ, ഞാനിപ്പോ കണ്ട കോമ്പൗണ്ട് ലീഫ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് പിന്നേറ്റ്ലി കോമ്പൗണ്ട്, രണ്ടാമത്തത് പാമേറ്റ്ലി കോമ്പൗണ്ട്. ഈ ചിത്രം കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാക്കും. ഫസ്റ്റ് വൺ എന്താണ്, ലീഫ്ലെറ്റുകള് ഇങ്ങനെ ഒരു കോമൺ ആക്സിസ് കോൾഡ് റാക്സിന്റെ മുകളിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അല്ലേ? നോക്കൂ, ലീഫ്ലെറ്റ്സ് ആർ പ്രസന്റ് ഓൺ എ കോമൺ ആക്സിസ്. അപ്പൊ ഇതിന്റെ മുകളിൽ നിറയെ ലീഫ്ലെറ്റുകൾ, ഇപ്പൊ നമ്മുടെ മുരിങ്ങന്റെ അതുപോലെ പുളിന്റെ
അപ്പൊ അങ്ങനെയുള്ള എല്ലാ പ്ലാന്റുകളുടെ ലീഫുകളും ലീഫ്ലെറ്റുകൾ ഒരു കോമൺ റാച്ചിസിന്റെ മുകളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന് പറയുന്ന പേരാണ് പിന്നേറ്റ് ലീഫ് കോമ്പൗണ്ട്. ഓക്കെ, ആൻഡ് ഇനി പാമേറ്റ് ലീഫ് കോമ്പൗണ്ട് എന്താണ്? പാമേറ്റ് ലീഫ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ലീഫ്ലെറ്റ്സ് ആർ അറ്റാച്ച്ഡ് അറ്റ് എ കോമൺ പോയിന്റ്. ലീഫ്ലെറ്റുകൾ ഒരു കോമൺ പോയിന്റിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതായത് ദേ ആർ അറേഞ്ച്ഡ് ലൈക്ക് ദ ഫിംഗേഴ്സ് ഓൺ എ പാം. അല്ലേ, ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പാമില് ഫിംഗേഴ്സ് പോലെയാണ് ലീഫ്ലെറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിന് പറയുന്ന പേരാണ് പാമേറ്റ് ലീഫ് കോമ്പൗണ്ട്. നോക്കൂ, ലീഫ്ലെറ്റ്സ് ആർ അറ്റാച്ച്ഡ് അറ്റ് എ കോമൺ പോയിന്റ് ആൻഡ് അറേഞ്ച്ഡ് ലൈക്ക് ഫിംഗേഴ്സ് ഓൺ എ പാം. എക്സാമ്പിൾ നമ്മുടെ ബുക്കിൽ പറയുന്നത് സിൽക്ക് കോട്ടൺ ആണ് കേട്ടോ. ഇവിടെ പിന്നേറ്റ് ലീഫ് കോമ്പൗണ്ടിന് എക്സാമ്പിൾ പറയുന്നത് നീമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പിന്നേറ്റ് ലീഫ് കോമ്പൗണ്ടും പാമേറ്റ് ലീഫ് കോമ്പൗണ്ടും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലീഫിന്റെ അറേഞ്ച്മെന്റ്. അപ്പൊ നമ്മള് ലീഫില് വെയിൻസിന്റെ അറേഞ്ച്മെന്റ് പറഞ്ഞു അല്ലേ. അപ്പൊ ഇനി സ്റ്റെമ്മിന്റെ മുകളിലുള്ള ലീഫിന്റെ അറേഞ്ച്മെന്റ് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അതാണ് ഫില്ലോടാക്സി. ഫില്ലോടാക്സി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ് ഓൺ ദ സ്റ്റെം. സ്റ്റെമ്മിന്റെ മുകളിലുള്ള ലീഫുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ള പാറ്റേണിനാണ് നമ്മൾ എന്ത് പറയാ? ഫില്ലോടാക്സി എന്ന് പറയാ. ഇവിടെ നോക്കൂ, നിങ്ങൾ ഈ ചിത്രം കാണുമ്പോഴേ അറിയാം 3 ടൈപ്പ് ഫില്ലോടാക്സി. നോക്കൂ, ഒന്നാമത്തേല് ആൾട്ടർനേറ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തത്. ഇതാ ഇവിടെ കിടക്കുന്ന ഒരു ലീഫ്, ഇപ്പുറത്തെ ഒരു ലീഫ്, ഇപ്പുറത്തെ ഒരു ലീഫ്, അങ്ങനെ ആൾട്ടർനേറ്റ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ നോക്കൂ നിങ്ങൾ, ഇവിടെ ഒരു നോഡിൽ നിന്ന് ഒരു ലീഫാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ എന്താണ്? ഒരു നോഡിൽ നിന്ന് 2 ലീഫുകൾ ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ. അപ്പൊ ഇത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ്. അതിന് പറയുന്ന പേരാണ് ഓപ്പോസിറ്റ് ഫില്ലോടാക്സി. ഇനി മൂന്നാമത്തെ നോക്കൂ നിങ്ങൾ, ഒരു നോഡിൽ നിന്ന് മോർ ദാൻ 2 ലീവ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനോട് അല്ലേ മോർ ദാൻ 2 ലീവ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്. വേൾഡ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് പറയുന്ന പേരാണ് വേൾഡ് ഫില്ലോടാക്സി. ഓക്കെ, നോക്കാം നമുക്ക്. ചിത്രങ്ങൾ കണ്ടോ? അത് നമ്മുടെ ബുക്കിലുള്ള ചിത്രങ്ങളാണ് കേട്ടോ. ഇത് കൊടുത്ത് എന്തിനാന്ന് വെച്ചാൽ ഈ ഡയഗ്രാംസ് വെച്ചിട്ട് നിങ്ങളടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇത് ആൾട്ടർനേറ്റ് ഫില്ലോടാക്സി, ഇത് ഓപ്പോസിറ്റ് ഫില്ലോടാക്സി, ഇത് വേർഡ് ഫില്ലോടാക്സി. ഓക്കെ, അപ്പൊ ഞാൻ അതിന്റെ ഒരു ഡെഫിനിഷൻ കൂടി പറയാം. ആൾട്ടർനേറ്റ് ഫില്ലോടാക്സി എന്ന് പറഞ്ഞാൽ a single leaf arises at each node. അല്ലേ, ഓരോ നോഡിൽ നിന്ന് ഒരു സിംഗിൾ ലീഫാണ് അറൈസ് ചെയ്യുന്നത്. And that leaf is arranged in alternate manner. ആൾട്ടർനേറ്റ് ആയിട്ടാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനാണ് നമ്മൾ എന്ത് പറയാ? ആൾട്ടർനേറ്റ് ഫില്ലോടാക്സി എന്ന് പറയാ. അതിന് എക്സാമ്പിൾ ആണ് ഹിബിസ്കസ്, മസ്റ്റാർഡ്. ഹിബിസ്കസ് നമ്മുടെ ചെമ്പരത്തി, മസ്റ്റാർഡ്, അതുപോലെ സൺഫ്ലവർ. അപ്പൊ നമ്മൾ നേരത്തെ ആ ചിത്രം കണ്ടിരുന്നു അല്ലേ, ആൾട്ടർനേറ്റിന്റെ. നോക്കൂ, ഒരു നോഡിൽ നിന്ന് ഒരു സിംഗിൾ ലീഫ് അറൈസ് ചെയ്യുന്നു. അതിന് നമ്മൾ ആൾട്ടർനേറ്റ് ഫില്ലോടാക്സി എന്ന് പറയും. And next one is opposite phyllotaxy. Opposite phyllotaxy ൽ നമ്മൾ കണ്ടത് എന്താ മക്കളെ? A pair of leaves. അല്ലേ, ഒരു 2 ലീവ്സ്, ഒരു പെയർ ലീഫാണ് അറൈസ് ചെയ്യുന്നത് at each node and lie opposite to each other. അല്ലേ, അവയ്ക്ക് ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട്, ഒന്നിന് ഓപ്പോസിറ്റ് ആയിട്ട് അവ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇതിന് പറയുന്ന പേരാണ് ഓപ്പോസിറ്റ് ഫില്ലോടാക്സി. വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഒരു നോഡിൽ നിന്ന് ഒരു ലീഫാണ് അറൈസ് ചെയ്യുന്നത്, അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആൾട്ടർനേറ്റ് മാനറിലാണ്. രണ്ടാമത്തത് ഒരു നോഡിൽ നിന്ന് പെയർ ഓഫ് ലീവ്സ് ആണ് അറേഞ്ച് ചെയ്യുന്നത്, അതിനാണ് നമ്മൾ ഓപ്പോസിറ്റ് ഫില്ലോടാക്സി എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ഫില്ലോടാക്സി,
വേൾഡ് ഫിലോടാക്സി ആണ്. എക്സാമ്പിൾ ഒക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ. ചിത്രം നോക്കൂ, ടീച്ചർ കാണിച്ചു. ഇവിടെ നോക്കൂ, ഇത് ഓൾട്ടർനേറ്റ് ഫിലോടാക്സി ആണ്, ഇത് ഓൾട്ടർനേറ്റ് ഫിലോടാക്സി. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിരുന്നു സൺഫ്ലവർ അല്ലേ. ഞാൻ അതേപോലെ തന്നെ ഇവിടെ ഓൾട്ടർനേറ്റ് ഫിലോടാക്സി. ഇത് നോക്കൂ, കലോട്രോപ്പിസ് ആണ്, എരിക്ക് എന്ന് പറയുന്ന ചെടിയാണ് കേട്ടോ. ഓപ്പോസിറ്റ് ഫിലോടാക്സി. ആൻഡ് ദെൻ അതേപോലെ തന്നെ പേരക്കയില് അല്ലേ, അത് നമ്മൾ എന്താ കാണുന്നത്, അത് ഓപ്പോസിറ്റ് ഫിലോടാക്സി. 2 ലീഫുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. Then moving on to world phyllotaxy. The third type of phyllotaxy is world phyllotaxy. World phyllotaxy ക്ക് എന്താ മക്കളെ, നമ്മൾ നേരത്തെ പറഞ്ഞു, more than 2 leaves arise at a knot and form a word അല്ലേ. എന്താണ് 2 leavesനേക്കാൾ കൂടുതൽ leaves arise ചെയ്യുന്നുണ്ട്. 1 2 3 4. Then they are form a word അല്ലേ. ഇങ്ങനെ ചുറ്റി സ്റ്റെമ്മിന്റെ മുകളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് പറയുന്ന പേരാണ് വേൾഡ് ഫിലോടാക്സി. അതിന് എക്സാമ്പിൾ ആണ് ആൽസ്റ്റോണിയ, അതായത് നമ്മൾ 7 പാര എന്നൊക്കെ പറയുന്ന ചെടിയില്ലേ. അപ്പൊ ഇതാണ് വേൾഡ് ഫിലോടാക്സി. അപ്പൊ നമ്മൾ 3 ടൈപ്പ് ഓഫ് ഫിലോടാക്സി ആണ് പഠിച്ചത്. 1 ആൾട്ടർനേറ്റ് ഫിലോടാക്സി, 2 ഓപ്പോസിറ്റ് ഫിലോടാക്സി, 3 വേൾഡ് ഫിലോടാക്സി. Then phyllotaxy എന്ന് പറഞ്ഞാൽ that is the pattern of arrangement of leaves on the stem. സ്റ്റെമ്മിന്റെ മുകളിൽ ലീഫുകൾ അറേഞ്ച് ചെയ്തതിന് പറയുന്ന പേരാണ് എന്താണ്, ഫിലോടാക്സി. അപ്പോൾ നല്ല കുട്ടികളായിരിക്കുക, സന്തോഷമായിരിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. അടുത്ത വീഡിയോ. താങ്ക് യു.